الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും സമയവിനിയോഗവുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഓരോ നിമിഷവും ഏറ്റവും നല്ല രൂപത്തിൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ അർഹമുർ-റാഹിമീനായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതൃകാ സമൂഹം എന്ന് പറയുമ്പോൾ വിശ്വാസികളായ നമ്മളെല്ലാവരും അംഗീകരിക്കുകയും നോക്കുകയും ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ആ ഉത്തമ സമൂഹത്തെയാണ്, അഥവാ സ്വഹാബത്തിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണുവാനും പ്രവാചക തിരുമേനയുടെ അധ്യാപനങ്ങൾ പഠിച്ച് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും സാധിച്ച അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സമൂഹമാണ് അവർ എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റാർക്കുമില്ലാത്ത പല സവിശേഷതകളും അവർക്കുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനം അവർ കൃത്യമായി നമുക്ക് മാതൃകയാണ് അല്ലാഹു പഠിപ്പിച്ച വചനമാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. നന്മകളിലേക്ക് മുൻകടന്നു വന്ന ആളുകൾ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട അല്ലാഹു എന്തെല്ലാം നന്മയായി പഠിപ്പിച്ചിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയായി എന്തെല്ലാം മാതൃക കാണിച്ചിട്ടുണ്ടോ, അവയിലേക്ക് മടിച്ചു നിൽക്കാതെ മാറി നിൽക്കാതെ വളരെ മുന്നിട്ട് കൊണ്ടുവന്ന ആളുകളായിരുന്നു സച്ചരിതരായ സലഫുസ്സാലിഹീങ്ങൾ, പൂർവികരായ നമ്മുടെ ഇമാമിയങ്ങൾ, സ്വഹാബികൾ. അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ മാത്രമല്ല അവരുടെ ആ നന്മയിൽ അനുധാവനം ചെയ്ത, അവരെ നന്മക്ക് മാതൃകയാക്കിയ ആരെല്ലാം ഉണ്ടോ അവരെ എല്ലാവരെയും റളിയല്ലാഹു അൻഹും, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവരും സംതൃപ്തരാണ്. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ആ ഉത്തമ സമൂഹം. അതേപോലെ പരിശുദ്ധ ഖുർആൻ നമുക്ക് അവരിൽ മാതൃകയുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിച്ച വേറെയും വചനങ്ങൾ ഖുർആനിലൂടെ കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളുടെ മഹത്വം പറഞ്ഞ എല്ലാ ആയത്തുകളും ആദ്യമായി അത് കടന്നു വരിക, അതിൻ്റെ വക്താക്കളായി മാറുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമായിരിക്കുമെന്ന് നമുക്കറിയാം. വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഉത്തമരാണ് എന്ന് പറയുമ്പോൾ കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായി കടന്നു വരിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 115-ാമത്തെ വചനത്തിൽ ആ ആശയം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല
വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി സഞ്ചരിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വ്യക്തമായതിനു ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷം അതല്ലാത്തൊരു വഴിയും മാർഗവും ആരെങ്കിലും തെരഞ്ഞെടുത്താൽ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത വഴിയാണ് അവർ പിൻപറ്റുകയും ചെയ്യുന്നതെങ്കിൽ, അവിടെ വിശ്വാസികൾ എന്ന് പറഞ്ഞിടത്ത് മിക്ക മുഫസ്സിരീങ്ങളും അടിവരയിട്ടുകൊണ്ട് ഊന്നിപ്പറഞ്ഞൊരു കാര്യം, ഇവിടെ വിശ്വാസികൾ എന്നതിൻ്റെ വിവക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച അള്ളാഹു തൃപ്തിപ്പെട്ട സ്വഹാബികളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ആ സമൂഹം, അതാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. അവരെ അവഗണിച്ചുകൊണ്ട് അവരുടെ വിശ്വാസവും ആചാരങ്ങളും സംസ്കാരങ്ങളും അതൊക്കെ പഴഞ്ചനാണ്, അത് 14 സംഗതി, ഈ ആധുനിക കാലഘട്ടത്തിൽ അനുയോജ്യമല്ല എന്നാരെങ്കിലും ചിന്തിച്ചാൽ അവർക്ക് ഇസ്ലാമിക ഭൂമികയിൽ, ഇസ്ലാമിൻ്റെ അകത്തവർക്ക് സ്ഥാനമുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും അംഗീകരിക്കുവാനും ആദരിക്കുവാനും സാധിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും മാതൃകാ സമൂഹം എന്ന് പറയുമ്പോഴേക്ക് മനസ്സിലേക്ക് ഓടി വരിക അവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിൽ മാത്രമല്ല ആ ആശയം പഠിപ്പിച്ചത്. ജൂതന്മാർ 71 കക്ഷികളായി, ക്രിസ്ത്യാനികൾ 72 വിഭാഗങ്ങളായി വേർപിരിഞ്ഞു. എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി വേർപിരിയുമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് നിസായിലെ 115 ആയത്തിൽ അള്ളാഹു പറഞ്ഞു തന്ന അതേ ആശയമാണ് നമ്മെ പഠിപ്പിച്ചത്. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട ആ മാർഗം, അതാണ് നേരായ മാർഗം, അതാണ് പിൻപറ്റേണ്ടത് എന്ന് തീർച്ചയായും പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അവരുടെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അത്രമാത്രം ഉത്കൃഷ്ടരാകുവാനും എല്ലാ കാലഘട്ടത്തിലുമുള്ള ആളുകൾക്ക് മാതൃകയാകുവാനും കാരണമെന്ന് ചോദിച്ചാൽ, ഒരു ഉത്തമ സമൂഹത്തിനുണ്ടാകേണ്ടുന്ന എല്ലാ ഗുണങ്ങളും അവർക്കുണ്ടായിരുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ ഒരു വാക്ക് വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം വന്നാൽ അവർ എല്ലാം മറന്നുകൊണ്ട് അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുമായിരുന്നു. എത്രയോ സംഭവങ്ങൾ നമുക്ക് മാതൃകയായി കാണുവാൻ സാധിക്കും. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. സത്യവിശ്വാസികളുടെ നിലപാട്, അവരുടെ വാക്ക് ഇത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവർ ക്ഷണിച്ചാൽ, അവർക്കിടയിലുള്ള ഏത് വിഷയത്തിനും തീർപ്പ് കൽപ്പിക്കാൻ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരൂ എന്ന് പറഞ്ഞാൽ അവർ പറയും അൻ യഖൂലു സമിഅനാ വഅതഅനാ. അല്ലാഹ് പറഞ്ഞത് എന്ത് തന്നെയായിരുന്നാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രകൃതക്കാരായിരുന്നു, സ്വഭാവക്കാരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും, വ്യക്തിതലം, കുടുംബമേഖല, അതേപോലെ സാമൂഹിക രംഗം, എല്ലായിടത്തും ഒരു വിശ്വാസിക്ക് ഏറ്റവും നല്ല മാതൃകയായി വർത്തിക്കാവുന്ന റോ മോഡലുകളായി നമുക്ക് സ്വഹാബത്തിൻ്റെ ജീവിതത്തെ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾക്ക് എതിരായി അവർ ചിന്തിക്കുക പോലും ചെയ്യുകയില്ല. അവർ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ വഴക്കടിക്കുകയും വീറോട് വാശിയോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഇന്നതാണ് പറഞ്ഞത് എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ അതിലേക്ക് അവർ മടങ്ങും. അത് വിശ്വാസികളായ എല്ലാവരുടെയും ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകയാണെങ്കിൽ, സ്വഹാബത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തെളിഞ്ഞു നിൽക്കുന്ന ഒരു അനിതര സാധാരണമായ സ്വഭാവമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലും ഈ കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ. അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ, വിധിച്ചാൽ, സത്യവിശ്വാസിയായ ഒരാൾക്കും അതിനെ വിട്ട് സ്വന്തമായ ഒരു അഭിപ്രായവും സ്വന്തമായൊരു നിലപാടും ഉണ്ടാകുവാൻ പാടില്ല എന്നാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി അവർ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് അവർ കാതോർത്തു. ആ പ്രവാചകന്റെ വാക്കിലൂടെ അവർക്ക് കേൾക്കുവാൻ സാധിച്ച
ഖുർആനിൻ്റെ വഹിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളായി വരുന്ന വഹിയും രണ്ട് കൈയും നീട്ടി അവർ സ്വീകരിച്ചു. അങ്ങനെയാണ് അവർ മാതൃകാ വക്താക്കളായി സമൂഹത്തിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത്. നമുക്കറിയാം, സ്വഹാബത്തിൻ്റെ കഴിഞ്ഞുപോയ കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഒരു ഇരുണ്ട യുഗമെന്നാണ് ചരിത്രകാരന്മാർ എല്ലാവരും അതിനെ സംബന്ധിച്ച് പരാമർശിച്ചു പോയിട്ടുള്ളത്. ഡാർക്ക് ഏജ് അഥവാ ഇരുൾ നിറഞ്ഞ അന്ധകാര നിബിഡമായൊരു സമൂഹം, എല്ലാ മേഖലയിലും അരക്ഷിതാവസ്ഥ, അരാജകത്വം, തോന്നിവാസങ്ങൾ, തെമ്മാടിത്തങ്ങൾ നിറഞ്ഞു നിന്ന ആ സമൂഹത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ദിവ്യ സന്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുമ്പിൽ ഓതിക്കൊടുത്തപ്പോൾ, അതനുസരിച്ച് അവരെ സംസ്കരിക്കുവാൻ സാധിച്ചപ്പോൾ അവർ ലോകം കണ്ട ഏറ്റവും ഉത്തമ സമൂഹമായി മാറി. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 8-9 ആയത്തുകളിൽ ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഖുർആനിൻ്റെ തണലിൽ ജീവിക്കുന്ന ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സവിശേഷത ഖുർആൻ എടുത്തു പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും ഉത്തമമായതിലേക്ക് വഴി കാണിക്കുന്നു, വഴി നടത്തുന്നു. ഖുർആനിൻ്റെ വക്താക്കളായി മാറിയതുകൊണ്ട് ഒരാൾക്കും ഖേദിക്കുകയോ നിരാശപ്പെടുകയോ കുറ്റബോധം തോന്നുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നതാണ്. പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന അപജയങ്ങളും പ്രയാസങ്ങളും ആ ഖുർആനിൻ്റെ തണലിലേക്ക് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. സാമ്പത്തികമായ മേഖലയിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. വൈലുൻ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖതാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. വൈലുൻ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും തട്ടിപ്പ് നടത്തുന്ന, കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് മഹാനാശം എന്ന് അല്ലാഹു പറഞ്ഞു. ആരാണവർ? ആളുകൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് അളന്നോ തൂക്കിയോ കൊടുക്കേണ്ടി വന്നാൽ അതവർ കമ്മി വരുത്തും. ആളുകളിൽ നിന്ന് എന്തെങ്കിലും തിരിച്ച് ഇങ്ങോട്ട് വാങ്ങേണ്ടി വന്നാലോ മുൻതൂക്കമിട്ട് എല്ലാം തികച്ച് പരിപൂർണമാക്കി അളന്നും തൂക്കിയും വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അവർക്ക് പേടിയില്ലേ? അവർക്ക് പേടിയില്ലേ? പടച്ച റബ്ബിന്റെ മുന്നിൽ കയ്യും കെട്ടി നിന്നുകൊണ്ട് മറുപടി പറയേണ്ടുന്ന ഒരു ലോകത്തെക്കുറിച്ച്, ജീവനോടുകൂടി പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് അവർക്ക് ഓർക്കുന്നില്ലേ, ഓർമ്മയില്ലേ? അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം. ആ ഭീകരമായ ദിവസം, എല്ലാവരും കടന്നു വരുന്ന ഒരു വരവിനെ കുറിച്ച് അവർ ആലോചിച്ചിട്ടില്ലേ? തുച്ഛമായ 1 രൂപയുടെ 2 രൂപയുടെ ലാഭത്തിനു വേണ്ടി അളവിലും തൂക്കത്തിലും തട്ടിപ്പ് നടത്തുമ്പോൾ ആ പരലോകമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നൊരു ബോധം തീർച്ചയായും ഖുർആൻ ഓതിപ്പോകുമ്പോൾ അതിൻ്റെ ആശയം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ തണലിലേക്ക് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഉത്തമ സമൂഹം എന്ന് നമ്മൾ അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല. ലോകം നമ്മെ വിളിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ നോക്കി ശത്രുക്കൾ പോലും പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ആ ഖുർആനിൻ്റെ സംസ്കാരം, അള്ളാഹുവിൻ്റെ വഹയിൻ്റെ തണലിൽ അവർക്ക് ജീവിക്കുവാൻ സാധിച്ചപ്പോൾ അവരിലൂടെ ലോകം കാണുകയും കേൾക്കുകയും ചെയ്തത് ഖുർആനിൻ്റെ ശബ്ദമായിരുന്നു, ഖുർആനിൻ്റെ ആശയമായിരുന്നുവെങ്കിൽ ഇന്നും സഹോദരങ്ങളെ നമുക്ക് തീർച്ചയായും, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ളൊരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മളെപ്പോലെ മറ്റു പല മതങ്ങളും സമൂഹങ്ങളും മതമില്ലാത്തവരും വ്യത്യസ്ത ചിന്താഗതിക്കാരുമൊക്കെ ഉള്ളപ്പോൾ ഏറ്റവും നല്ല നമ്മുടെ ആദർശത്തെ പരസ്പരം കൈമാറുവാൻ, നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു വാളിനേക്കാൾ, ഒരു പുസ്തകം രചിക്കുന്നതിനേക്കാൾ, ഒരു പ്രഭാഷണത്തിൻ്റെ സീഡ് കൊടുക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ നമ്മൾ ആരാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുക ഇസ്ലാമിൻ്റെ മാതൃകാ വ്യക്തിത്വങ്ങളായി മാറി ഖുർആനിൻ്റെ തണലിലേക്ക് ചേർന്ന് നിന്ന് ഈ ആശയമാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായും ആളുകൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഇസ്ലാം, അങ്ങനെയുള്ളൊരു മുസ്ലിം ഈ നാട്ടിന് ഒരിക്കലും വേണ്ടാത്തതല്ല. ഇവിടെയെല്ലാം ജീവിക്കേണ്ടവരാണ്. ഈ നാട്ടിൽ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും ഇവിടെ നമ്മൾ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുകയും അവർ ഏറ്റുപറയുകയും ചെയ്യും.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയാദർശങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് സ്വഹാബത്ത് ജീവിച്ചതുപോലെ ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ഈ ചുറ്റുപാടിലുമുള്ള നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുകൊണ്ട് ശത്രുക്കളുടെ വാക്കുകളിലൂടെ മാത്രം നമ്മളെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും സാധിച്ച ആളുകളായതുകൊണ്ട് മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന് മനസ്സിലാക്കി പോകുന്ന ആളുകളുണ്ടാകും. ഒരുപക്ഷേ നമ്മുടെ താടിയുടെ നീളം കണ്ടുകൊണ്ട്, അതല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം കണ്ടുകൊണ്ട് ഇവരെന്തോ പ്രശ്നക്കാരാണ് എന്ന് ചില മീഡിയകളുടെയും ശത്രുക്കളുടെയും പ്ലാനിങ്ങോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മറുപടി കൊടുക്കേണ്ടത് എല്ലാ മേഖലയിലും നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഏറ്റവും നല്ല മറുപടി മൗനമായ രൂപത്തിൽ വാചാലമായി നമുക്ക് മറുപടി കൊടുക്കുവാൻ സാധിക്കുക ഈ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആശയാദർശങ്ങളിലേക്ക് മടങ്ങിപ്പോയി ആ ഖുർആനിൻ്റെ തണലിലേക്ക് ചേർന്ന് നിന്ന് ഖുർആനാകുന്ന വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നിർഭയത്വവും സമാധാനവും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതോടൊപ്പം ആ ആശയം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊള്ളരുതാത്തവനായി, ഭീകരവാദിയായി, തോന്നിവാസിയായി ഒരാളും പറയുകയില്ല. പ്രവാചക തിരുമേനിയെ അടുത്തറിയാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനാണ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ നാട്ടിലെ ചില സാഹചര്യങ്ങളും ഇവിടുത്തെ ചില സംവിധാനങ്ങളുമാണ്. ഇവിടെ മീഡിയകൾ ചില ആളുകളുടെ കുത്തകകളാണ്. അവിടെ കഴുത്തിറക്കുന്നതിൻ്റെ സന്ദർഭത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള വാക്കുകൾ അവർ കേട്ടിട്ടുള്ളത്. അതേപോലെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പതാക പറക്കുന്നത് ഏതെങ്കിലും ഒരു നിരപരാധിയുടെ കഴുത്തിറക്കുമ്പോഴാണെങ്കിൽ സ്വാഭാവികമായും ആ പ്രവാചകനെയും ആ ആശയത്തെയും അടുത്തറിയാത്ത ആളുകൾ തീർച്ചയായും അവർ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ആശയങ്ങളും ഇതിൻ്റെ പ്രചാരകരും ഈ നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമാണ്, തകരാറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അതിനെതിരെ ശത്രുക്കളാവുക എന്നത് സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഊന്നിപ്പറയുവാൻ എന്നോടും നമ്മളോടെല്ലാവരോടും എനിക്ക് ഊന്നിപ്പറയുവാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം, നമ്മൾ ഉത്തമ സമൂഹം, മാതൃകാ വിശ്വാസി, മാതൃകാ മുസ്ലിം എന്നെല്ലാമുള്ള വിഷയങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് കേവലം ഒരറിവ് മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ജീവിച്ച് മാതൃകയാകേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉദാത്തമായ മാതൃക പ്രവാചകന്റെ ജീവിതം ആസകലം മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരിയും പ്രവാചകന്റെ ദേഷ്യവും പ്രവാചകന്റെ നടത്തവും ഇരുത്തവും കിടത്തവും എല്ലാം വിശ്വാസികൾക്ക് മാതൃകയാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഏറെ മികച്ചു നിൽക്കുന്ന ഉത്കൃഷ്ടമായൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നാം എടുത്തു മാറ്റിവെക്കേണ്ട, ചേർത്ത് വെക്കേണ്ട ഒരു സ്വഭാവം നമ്മുടെ വ്യക്തി ജീവിതം കണ്ടുകൊണ്ട്, നമ്മുടെ സാമൂഹികമായ പശ്ചാത്തലം കണ്ടുകൊണ്ട്, നമ്മുടെ കുടുംബജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാമിനെ ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾക്കൊക്കെ അത് അനുഭവിക്കുവാൻ സാധിക്കുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ വെളിച്ചം നേടുവാൻ പലർക്കും ഭാഗ്യം ലഭിച്ച ആ ഒരു ഉത്കൃഷ്ട സ്വഭാവം വിട്ടുവീഴ്ച എന്നതാണ്. സഹാനുഭൂതി, ശത്രുവായി വന്നവർ വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മമിത്രമായി മാറിയ നിരവധി സംഭവങ്ങളുണ്ട്. ഞാനത് പറയുമ്പോഴേക്കും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് പല ചരിത്രങ്ങളും കടന്നു വന്നിട്ടുണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ അന്വേഷിച്ച് കലിമ ചൊല്ലാൻ വേണ്ടി കടന്നു വന്ന ഒരാളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ്സറിയാൻ വേണ്ടി ഉദ്ദേശിച്ച് ഊരിപ്പിടിച്ച വാളുമായി കടന്നു വന്ന ശത്രുവായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ ആദ്യത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ, പിന്നീട് ആ പ്രവാചകന്റെ മുന്നിൽ സർവസ്വവും സമർപ്പിക്കാൻ ആ പ്രവാചകന്റെ ശരീരത്തിലെ ഒരു രോമത്തിന് പോലും പോറലേൽക്കുന്നു എന്ന് പറഞ്ഞാൽ സഹിക്കുവാനും അടങ്ങിയിരിക്കുവാനും സാധിക്കാത്ത രീതിയിലേക്ക് പ്രവാചകൻ ഏറ്റവും പ്രിയങ്കരനായി മാറി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി പ്രവാചകന്റെ കഴുത്തിൽ മുണ്ടിട്ട് വലിച്ച ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ പ്രവാചകനോട് പരുഷമായി പെരുമാറിയ ആളുകൾ, പ്രവാചകനോട് ഒരു ശത്രുവിനെ പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ,
പക്ഷെ പിന്നീട് ആ പ്രവാചകന്റെ ജീവിതം അടുത്തറിയുവാൻ സാധിച്ചപ്പോൾ ഏറ്റവും ആത്മമിത്രമായി മാറിയിട്ടുണ്ട്. പല സ്വഹാബികളും പറയുന്നത് പോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ എത്രയോ രാജാവിൻ്റെയും ചക്രവർത്തിമാരുടെയും അടുക്കൽ പോയിട്ടുണ്ട്, പക്ഷേ മാ റഅയ്തു മലീകൻ ഖത്തു, ഒരൊറ്റ രാജാവിനെയും ഒരൊറ്റ നേതാവിനെയും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ പ്രവാചകനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ ഒരു പ്രജയും ഒരു നേതാവിനെ, അവരുടെ നായകനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്, ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഏറ്റവും വെറുപ്പായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ പ്രവാചകന്റെ മുഖത്തോളം ഞങ്ങൾക്ക് പ്രിയങ്കരമായ വേറൊരു മുഖമില്ല എന്ന് പറഞ്ഞ സ്വഹാബികളുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വെറുക്കപ്പെട്ട നാട്, വെറുപ്പായ നാട് ആ പ്രവാചകന്റെ മദീനയായിരുന്നു. പക്ഷേ ആ പ്രവാചകനെയും പ്രവാചകന്റെ സന്ദേശങ്ങളെയും അടുത്തറിയാൻ സാധിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ നാട് ആ പ്രവാചകൻ വസിക്കുന്ന മദീനയായിരുന്നു എന്ന് പറഞ്ഞ സ്വഹാബത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെരുമാറ്റങ്ങളിലൂടെ, സ്വഭാവങ്ങളിലൂടെ കാഴ്ചവെച്ച ഉദാത്തമായ മാതൃകയാണ്. എല്ലാവരുമായി നല്ല രീതിയിൽ പെരുമാറണം, സഹവർത്തിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ദേഷ്യം പിടിക്കാതെ, വഴക്കു പറയാതെ നമുക്ക് പലപ്പോഴും ജീവിക്കാൻ സാധിക്കാറില്ല. ചിലപ്പോൾ കുടുംബത്തിൽ ഭാര്യയോട്, മക്കളോട്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട്, കുട്ടികളോട് ഒക്കെ ദേഷ്യം പിടിക്കുന്ന, വഴക്ക് പറയുന്ന, കലഹിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ ഇങ്ങോട്ട് നല്ലവരായി പെരുമാറുന്നവരോട് തിരിച്ചും നല്ലവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നൊരു രീതിയല്ല നമുക്ക് മാതൃക കാണിച്ചത്. നമ്മളോട് നന്നായി പെരുമാറുന്നവരോട് തിരിച്ചും നന്നായി പെരുമാറുക എന്നത് ഒരു ഭാരിച്ച ജോലിയൊന്നുമല്ല, എല്ലാവർക്കും സാധിക്കുന്ന സംഗതിയാണ്. എന്നെ കണ്ടാൽ എപ്പോഴും ചിരിക്കുന്ന, സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിക്കുന്ന, എൻ്റെ ക്ഷേമാന്വേഷണങ്ങൾ അന്വേഷിക്കുന്ന ഒരു കൂട്ടുകാരൻ, ഒരു സുഹൃത്ത് എനിക്കുണ്ടെങ്കിൽ അയാൾ കാണുമ്പോൾ ഞാൻ ദേഷ്യം പിടിക്കോ? ഇല്ല. എനിക്ക് എന്തെല്ലാം പ്രയാസങ്ങളും വേദനകളും ഉണ്ടെങ്കിലും അയാളുടെ മുമ്പിൽ ഞാൻ തൽക്കാലം മറക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതിനേക്കാൾ മികച്ചതാണ്. നമ്മളോട് മോശമായി പെരുമാറുന്ന വ്യക്തിയോട് അതേ കണക്കിന് ഒന്ന് പറഞ്ഞാൽ ഒന്ന്, രണ്ടായി പോകൂല, ഒന്ന് പറഞ്ഞാൽ 9 എന്ന രീതിയിൽ തിരിച്ചടിക്കുന്ന രീതിയുണ്ട്. എനിക്കാണ് കയ്യൂക്ക്, എനിക്കാണ് സാമർത്ഥ്യം എന്ന് വരുത്താൻ വേണ്ടി അവനൊന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ 9 പറയും. അത് മികച്ച ഒരു സൽക്വാളിറ്റിയായി പലരും പറയാറുണ്ടെങ്കിൽ അതും ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല. അപ്പോൾ എന്നോട് എങ്ങനെ പറഞ്ഞോ അതേ അളവിൽ ഞാൻ തിരിച്ചു പറയും. അവിടെയും പ്രവാചകന്റെ മാതൃക നിലനിൽക്കുന്നില്ല. നേരെ മറിച്ച് തന്നെ ഉപദ്രവിച്ച, തന്നോട് മോശമായി പെരുമാറിയ ആളോട് പോലും വിട്ടുവീഴ്ച കാണുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ, അൽ അഫ്വു അനിസ് മുസീ, തികച്ചും അന്യായമായി, ക്രൂരമായി, മോശമായി സംസാരിക്കുന്ന, പെരുമാറുന്ന, ഉപദ്രവങ്ങൾ ചെയ്യുന്ന അയൽവാസി, അതേപോലെ നാട്ടിലെ ആളുകൾ. പക്ഷേ ആ സന്ദർഭങ്ങളിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും മാത്രമല്ല, അവർക്ക് നന്മ തിരിച്ച് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അൽ ഇഹ്സാനു ഇലൽ മുസീ, തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കൽ മാത്രമല്ല, തെറ്റ് ചെയ്തവർക്ക് നന്മ പകരം കൊടുക്കുവാൻ സാധിക്കുന്ന വിശാലമായ ഹൃദയത്തിന്റെ അത്യുദാത്തമായ മാതൃകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ ജീവിതം മാതൃകയാക്കുന്നൊരു വിശ്വാസിയെ ലോകം വെറുക്കുമോ? ഒരിക്കലുമില്ല. തന്നെ തേജോവധം ചെയ്യാൻ, ഇല്ലാതെയാക്കാൻ, തനിക്കെതിരെ ആരോപണങ്ങളും ആക്രമണങ്ങളും അടിച്ചുവിട്ട ആളുകൾക്ക് മാപ്പ് കൊടുക്കുക മാത്രമല്ല, അവർക്ക് നന്മ ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായി മാറുന്നത്. ഇങ്ങോട്ട് ഉപദ്രവിച്ച എത്രയെത്ര ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകി, അതേപോലെ നന്മ പകർന്നു കൊടുത്തു. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രം. മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അള്ളാഹുവിൻ്റെ തൗഹീദും റിസാലത്തും ആഖിറത്തും ദീനിൻ്റെ അടിസ്ഥാന സന്ദേശങ്ങൾ
ആളുകളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ സ്വന്തക്കാരായ ആളുകൾ തന്നെ, നാട്ടുകാരായ ആളുകൾ അതുവരെയും അൽ അമീൻ എന്ന് വിളിച്ച് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച, ആദരിച്ച് ബഹുമാനിച്ച് പ്രവാചകനെ അങ്ങേയറ്റത്തേക്ക് കൊണ്ടുപോയ ആ ജനതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആക്ഷേപിച്ചു പറഞ്ഞത്, പ്രവാചകന് നേരെ കല്ലെടുത്തെറിഞ്ഞത്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ബന്ധുക്കൾ സഹായിക്കും, അമ്മാവന്മാരുണ്ടവിടെ, അവരെന്നെ രക്ഷിക്കും എന്ന ധാരണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോകുന്നത്. അവിടെ അവരെല്ലാവരും കൂടി ഏർപ്പെടുത്തിയത്, അവർ നേരിട്ടൊന്നും ചെയ്യാതെ അതിന് ചെയ്യാൻ പറ്റിയ തെരുവ് പിള്ളേരെ, അതിന് പറ്റിയ മോശപ്പെട്ട ആളുകളെ കൂലിക്കേൽപ്പിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ കല്ലെടുത്തെറിയാൻ, കൂക്കി വിളിക്കാൻ ഒരു പറ്റം ആളുകളെ തയ്യാറാക്കിയിരുന്നു. അവരുടെ ഏറുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ നിന്ന് ചോര ധാരധാരയായി ഒഴുകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നശിക്കട്ടെ ഈ ജനത എന്ന് പറഞ്ഞിട്ടില്ല. ഞാനോ നിങ്ങളോ ആയിരുന്നുവെങ്കിൽ നമുക്കങ്ങനെ ആകുവാൻ സാധിക്കുമോ? അതാണ് നമ്മൾ ഒരു ഉത്തമ സമൂഹത്തിൻ്റെ, മാതൃകാ സമൂഹത്തിൻ്റെ റോൾ മോഡലുകൾ സ്വഹാബത്തിൻ്റെയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതത്തിൽ നിന്ന് പകർന്നെടുക്കുമ്പോൾ ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ച് ചോര ഒഴുകുന്ന മുഖവുമായി ഒരൽപ്പം മാറി നിന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മലക്കുകളെ അല്ലാഹു പറഞ്ഞയക്കുകയാണ്. ലോകത്തെ ആകമാനം ഇളക്കി മറിക്കുവാൻ ശക്തിയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന മലക്കുകൾ. ആ മലക്കുകൾ പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കളെ ഉപദ്രവിച്ച ഈ ജനതയ്ക്കെതിരിൽ താങ്കൾ എന്ത് പ്രതിക്രിയ ചെയ്യാനാണോ പറയുന്നത്, അത് അപ്പടി ചെയ്യാൻ അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. താങ്കളുടെ അനുവാദം വേണമെന്നൊരൊറ്റ നിബന്ധന മാത്രം. അതുകൊണ്ട് ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ അവരെ ഞെരിച്ചമർത്തണോ? താങ്കളൊന്ന് പറഞ്ഞാൽ മതി, സമ്മതിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ശരി, എന്നെ ഉപദ്രവിച്ചവരാണിവർ, എന്നെ കൂക്കി വിളിച്ചവരാണ്. എൻ്റെ ശരീരത്തിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് ചോര ധാരധാരയായി ഒഴുകുന്ന ആ സന്ദർഭത്തിൽ ഒരു പ്രതികാരത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ വാക്കുകളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത്. മറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, നീ എൻ്റെ ഈ ജനതക്ക് പുറത്തു കൊടുക്കണമേ. അവർക്കറിയാത്തത് കൊണ്ടാണ്, ഞാൻ അവരുടെ രക്ഷകനാണ് എന്നുള്ളത് അവർക്കറിയാത്തത് കൊണ്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരെ ആപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹു അയച്ച ഒരു പ്രവാചകനാണ്, ദൂതനാണ് എന്ന വസ്തുത അവർക്കറിയാത്തത് കൊണ്ട് എന്നെ ക്രൂരമായി മർദ്ദിക്കുകയും എൻ്റെ ശത്രുക്കളായി മാറുകയുമാണ് ചെയ്തത്. അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല. എന്നാലും ഇവരുടെ പിൻഗാമികളിൽ നിന്ന്, ശേഷക്കാരിൽ നിന്ന് നല്ലൊരു തലമുറയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് മാപ്പ് കൊടുത്ത ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതും അങ്ങനെ തന്നെയാണ്. സിൽ മൻ ഖതഅക വഅതി മൻ ഹറമക വഅഫു മൻ ലലമക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, സിൽ മൻ ഖതഅക, നീയുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞ് നിന്റെ ബന്ധുക്കളുണ്ടാകും, നിന്റെ ചോരകളുണ്ടാകും, വാപ്പയുടെയും ഉമ്മയുടെയും മക്കളായിട്ടുള്ളവർ. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ന്യായം എന്താ സഹോദരങ്ങളെ? പരിശുദ്ധ റമദാനിലെങ്കിലും നമുക്കത് ഇണക്കുവാൻ സാധിക്കണം. ആ ബന്ധങ്ങളൊക്കെ വിട്ടകന്ന് പോയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ മാതാപിതാക്കളോട് മിണ്ടാത്ത മക്കൾ, മാതാപിതാക്കളോട് കയർത്ത് ദേഷ്യപ്പെട്ട് വരുന്ന ആളുകൾ, സ്വഹാബികൾ, താബിഈങ്ങൾ, ഇതേപോലെയുള്ള സദസ്സുകൾ ഉണ്ടെങ്കിൽ അവർ പറയും, ആരെങ്കിലും രക്തബന്ധം മുറിച്ചവർ സദസ്സിലുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പോകണം. കാരണം അള്ളാഹു റഹ്മത്ത് ചൊരിയുകയില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് സ്വഹാബത്ത് നമുക്ക് മാതൃകാ സമൂഹമായി അള്ളാഹു പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ആ സമൂഹത്തിൻ്റെ മാതൃക അതാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു നന്മ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആരെങ്കിലും നമ്മുടെ രക്തബന്ധത്തിലുള്ള, മാതാപിതാക്കളായിട്ടുള്ള, അതല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാർ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മളൊക്കെ ബന്ധമുള്ള, അടുപ്പമുള്ള, സ്നേഹമുള്ള, അങ്ങനെയുള്ള ആളുകളോട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹദീസ് വളരെ ഗൗരവത്തോടു കൂടി കേൾക്കേണ്ടതുണ്ട്.
നമുക്കൊക്കെ പറയാനുള്ള ന്യായം എന്തായിരിക്കും? ഞാനൊന്നും ചെയ്തിട്ടില്ല, അവരിങ്ങോട്ട് കാട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ആയി എന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? സിൽ മൻ ഖതഅക, നിന്നോട് ബന്ധം ചേർക്കുന്നവരോട് നീയും ബന്ധം ചേർത്തോ എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൈസൽ വാസിലു ബിൽ മുകാഫി, പ്രത്യുപകാരം ചെയ്യലല്ല ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ, മറിച്ച് ബന്ധം മുറിച്ചു കളയുന്ന സാഹചര്യത്തിലും അത് കണ്ടില്ല എന്ന രീതിയിൽ നിങ്ങൾ ചെന്ന് ആ ബന്ധം വിളക്കി ചേർക്കുവാൻ, അത് കൂട്ടിയിണക്കുവാൻ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവനാണ് ബന്ധം ചേർത്തവൻ, അവനാണ് പടച്ച റബ്ബ് ബന്ധപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നവൻ, അവർക്കായിരിക്കും പടച്ച റബ്ബിന്റെ അനുഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅഅതി മൻ ഹറമക, നിനക്ക് നിഷേധിച്ചവർക്ക്, നീ വല്ലാത്ത പ്രയാസപ്പെട്ടപ്പോൾ വീട്ടിലെ ഏതെങ്കിലും ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ ചെയ്യാനും ചെയ്തു തരുവാനും ഒക്കെ കഴിവും സാഹചര്യവും ഉണ്ടായിട്ട് ചെയ്തു തരുമെന്ന പ്രതീക്ഷയോടുകൂടി നീ ചെന്നു. ചിലപ്പോൾ നിന്റെ ജ്യേഷ്ഠനായിരിക്കും, അതല്ലെങ്കിൽ അനുജനായിരിക്കും, അതല്ലെങ്കിൽ പരിചയക്കാരനായിരിക്കും. ആ സന്ദർഭത്തിൽ നീ ചെന്ന് ചോദിക്കുമ്പോൾ നിന്നെ തടഞ്ഞ വിഷമിപ്പിച്ച ആളുകളുണ്ടാകും. അതേ ആൾ അതേ രൂപത്തിൽ തന്നെ നിന്റെ അടുക്കലേക്ക് നാളെ അല്ലെങ്കിൽ പിന്നെ ഒരു സാഹചര്യത്തിൽ വന്നാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ സ്വാഭാവികമായ മനസ്ഥിതി? അവൻ വന്നിട്ടുണ്ട്, രണ്ട് വർത്താനം പറയണം, എന്നിട്ട് പിന്നെ കൊടുക്കാം. അവൻ ഇതേ വേദന ഞാൻ അനുഭവിച്ചു ചെന്ന് അവൻ്റെ ഡോറിൽ മുട്ടി, അവനോട് വിളിച്ചു, ആ ആവശ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ പൈസയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ്, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ വിവരം കേട്ടിട്ടാണ് ഞാൻ ചെന്നത്. എൻ്റെ കുട്ടി ഹോസ്പിറ്റലിൽ രോഗിയായി കിടക്കുമ്പോൾ, അതല്ലെങ്കിൽ വീട്ടിൽ അരി വാങ്ങാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ചെന്നത്. ശരിയായിരിക്കും, നമ്മൾ പറയുന്നതെല്ലാം ശരിയാണ്. അതേ രൂപത്തിലുള്ള വേദനയുമായി ആ മനുഷ്യൻ തിരിച്ചു വന്നാൽ പ്രതിക്രിയ എന്ന രീതിയിൽ രണ്ട് വർത്തമാനം പറയണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് സ്വീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅഅതി മൻ ഹറമക, നിനക്ക് തടഞ്ഞവർ, നിനക്ക് നിഷേധിച്ചവർ, അവർക്ക് നീ കൊടുക്കണമെന്നാണ്. അവന് ചോദിച്ചു വരുമ്പോൾ, അവൻ അതേപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് നീ കൊടുക്കണം. വഅഫു മൻ ലലമക, നിന്നോട് അന്യായം കാണിച്ച, അതിക്രമം കാണിച്ച ആളുകൾ, അപ്പോൾ അവരെ ഒന്ന് വിഷമിപ്പിക്കുവാനും പ്രയാസപ്പെടുത്താനും പറ്റിയ അവസരമല്ല, അതെന്ത് മുതലാക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. അവർക്ക് നീ മാപ്പ് കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദമായ ചില ഉപദേശങ്ങൾ നമുക്കെല്ലാവർക്കും പകർന്നെടുക്കുവാനുള്ള ഒരു മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം. ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന, ഷേഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സിൽസില സ്വഹീഹയിൽ ഹസൻ എന്ന് രേഖപ്പെടുത്തിയ അഭിപ്രായപ്പെട്ട പ്രബലമായൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ കുറേ നിസ്കരിക്കുന്നവരാണെന്നോ കുറേ നോമ്പെടുക്കുന്നവരാണെന്നോ അല്ല, അതൊക്കെ വലിയ ഇബാദത്തുകളാണ്. അതിൻ്റെ ഒന്നിൻ്റെയും മഹത്വം നമ്മൾ ആരും ചെറുതായി കാണുന്നില്ല, ചെറുതാക്കി കാണിക്കുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇബാദത്തുകളോടൊപ്പം പഠിപ്പിച്ച ഉത്കൃഷ്ടമായ പെരുമാറ്റ മര്യാദകൾ, സ്വഭാവങ്ങൾ ഉത്കൃഷ്ട സമൂഹത്തിന്, മാതൃകാ സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന മനുഷ്യൻ, ആളുകളുടെ പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും കണ്ടറിയുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവിനോട് ഹക്കുള്ളതുപോലെ തൻ്റെ സഹസൃഷ്ടികളോട്, സഹജീവികളോട് ഹക്കുകളുണ്ട് എന്ന് മനസ്സിലാക്കി പെരുമാറുന്ന ഒരു വിശ്വാസി, അങ്ങനെ ആളുകൾക്ക് ഏറ്റവും മൻഫഅത്തുള്ള, ഉപകാരമുള്ള വിശ്വാസിയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള മനുഷ്യന്മാരാണ്. പാർട്ടി നോക്കി, അതല്ലെങ്കിൽ കൊടിയുടെ നിറം നോക്കി സഹായങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, പല സംഘടനകളുമുണ്ട്. പ്രയാസപ്പെടുന്ന ആളുകളാണ് എന്നറിഞ്ഞാലും അവന് മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കി സക്കാത്തിന്റെ വിഹിതം പോലും നിശ്ചയിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അർഹരാണെങ്കിൽ അവർക്ക് ആശയ കൈമാറ്റം വേറെ രീതിയിൽ ചെയ്യണം. അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ, സ്വതക്കകൾ, സക്കാത്ത്, അതിനൊക്കെ അർഹരായ അവകാശികളാണെങ്കിൽ അവൻ നമ്മുടെ ടീമിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊന്നും സഹകരിക്കാത്ത, നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാത്ത ആളാണ് എന്നുള്ളത് കൊണ്ട് ന്യായമായ ഒന്നും നിഷേധിക്കപ്പെട്ടുകൂടാ. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മൾ രണ്ട് കാതും തുറന്ന് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട സംഗതിയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ
നന്മകളുടെ എല്ലാ മേഖലകളും തേടിപ്പിടിക്കുന്ന നമ്മൾ, അതിലെല്ലാം എൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. എൻ്റെ സ്വഭാവത്തിലും എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ ശീലങ്ങളിലുമൊക്കെ മാറ്റങ്ങളും അരുതായ്മകളുമൊക്കെ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇൽമിൻ്റെ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകൾ, ഇബാദത്തുകൾക്ക് വേണ്ടി ദീർഘനേരം ചെലവഴിക്കുന്ന ആളുകൾ, ഖുർആൻ പാരായണത്തിനും അതേപോലെ ഇഅ്തികാഫിനുമെല്ലാം നിയ്യത്ത് വെക്കുന്ന മനസ്സ് വെച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചേ. എന്താ പ്രവാചകൻ പറഞ്ഞത്? വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളാണ് സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്ന സന്തോഷം. ഒരു വ്യക്തി, ഒരു വിശ്വാസി, നമ്മുടെ ആദർശ ബന്ധു, അയാളെ നമ്മൾ കണ്ടു, അയാൾക്ക് നമ്മളൊന്ന് കൈ കൊടുത്ത് സലാം പറഞ്ഞാൽ അയാൾക്കൊരു സന്തോഷമാകുമെങ്കിൽ, അയാളുടെ രോഗത്തെക്കുറിച്ചൊന്ന് ചോദിച്ചാൽ, അയാളുടെ ശരീരത്തിലൊന്ന് തടവിയാൽ അയാൾക്കൊരാശ്വാസവും സന്തോഷവും സമാധാനവുമാകുമെങ്കിൽ അത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മമാണെന്ന് നമ്മൾ സുബ്ഹാനല്ലാ എന്ന് പറയുന്നത് പോലെ, അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പോലെ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതെല്ലാം അല്ലാഹുക്ക് ഏറ്റവും പ്രിയങ്കരമായ ദിക്റുകളാണെന്ന് നമുക്കറിയാമല്ലോ. അത് പറയുന്നത് പോലെ നമ്മുടെ സത്യവിശ്വാസിയായ സഹോദരന് നമ്മുടെ ഒരു വാക്ക് അയാൾക്ക് സന്തോഷം നൽകുന്ന വാക്കാണെങ്കിൽ, അയാളുടെ നീറുന്ന മനസ്സിന് ഒരാശ്വാസമായി മാറാൻ നമ്മുടെ വാക്കുകൊണ്ട് സാധിക്കുമെങ്കിൽ അത് അല്ലാഹുക്ക് പ്രിയങ്കരമായ അമലാണെന്ന് ആര് പഠിപ്പിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഔ യക്ഷിഫു അൻഹു ഖുർബതൻ, അയാൾ അകപ്പെട്ടിരിക്കുന്ന ഒരു വിപത്ത്, ഒരു പ്രയാസം അയാളിൽ നിന്ന് ദൂരീകരിക്കുക എന്നത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. ഔ യഖ്ളി അൻഹു ദൈനൻ, അയാളുടെ കടബാധ്യത, ഒരിക്കലും കടം വാങ്ങാൻ ആഗ്രഹമില്ലാത്ത ആളായിരുന്നു. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന, കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ പരിചയക്കാരും സ്നേഹിതരുമായ ആളുകളുടെ സ്വഭാവങ്ങൾ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ അടുത്തറിയുന്ന നല്ലൊരു മനുഷ്യൻ നിവൃത്തിയില്ലാതെ കടത്തിൽ അയാൾ പെട്ടു. ആ കടം വീട്ടാൻ ആരും അറിയാതെ അയാളെ നമ്മൾ സഹായിക്കുന്നുവെങ്കിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളുടെ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഔ യത്റുദ അൻഹു ജൂഅൻ, അതല്ലെങ്കിൽ വിശക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട നമ്മൾ വീട്ടിൽ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നോമ്പ് തുറക്കുകയും അത്താഴം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പരിചയത്തിലും ബന്ധത്തിലുമുള്ള ആരുടെയും മുമ്പിൽ കൈനീട്ടാത്ത മാന്യനായൊരു സഹോദരൻ, ഒരു സഹോദരി നമുക്കുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഓർക്കണം. അവരുടെ ദാരിദ്ര്യം അകറ്റാൻ, ആ വീട്ടിലെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും വിശപ്പ് മാറ്റാൻ നമ്മൾ കൊടുക്കുന്നൊരു റിലീഫ് കിറ്റ്, അത് ആരുടെയും പേര് വെച്ചുകൊണ്ടോ ആരുടെയെങ്കിലും പ്രത്യേകമായ അംഗീകാരത്തിന് വേണ്ടിയോ അല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, പടച്ച റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ ദാരിദ്ര്യവും പട്ടിണിയും അകറ്റാൻ അയാളുടെ അടുക്കൽ ചെല്ലുന്നുവെങ്കിൽ, എന്തെങ്കിലും സദഖയായി കൊടുക്കുന്നുവെങ്കിൽ അതും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളുടെ കൂട്ടത്തിലാണ് പ്രവാചക തിരുമേനി എണ്ണിയത്. എന്നിട്ട് പറഞ്ഞു, വലി അൻ അംശിയ മഅ അഖിൻ ഫീ ഹാജത്തിൻ, എൻ്റെ ഒരു സഹോദരൻ്റെ കൂടെ അയാളുടെ ഒരു ആവശ്യത്തിന് ഞാൻ നടക്കുക എന്നത്, അയാളുടെ ഒരു ആവശ്യം നിർവഹിക്കണമെങ്കിൽ ഞാൻ ചെന്നാൽ അത് എളുപ്പത്തിൽ നടക്കും. എനിക്ക് ഉന്നതമായ സ്ഥാനങ്ങളിൽ പിടിപാടുകളുണ്ട്, അതല്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും അനുകൂലമായി പ്രതികരിക്കും. അതേപോലെയല്ല ആ സാധുവായ പാവപ്പെട്ട എൻ്റെ സഹോദരൻ പോയാൽ കിട്ടുക. അതുകൊണ്ട് ഞാൻ അയാളുടെ കൂടെ പോകുവാൻ തീരുമാനിക്കുന്നു എങ്കിൽ അതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത്, മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ്, മദീനയിലെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ആ പള്ളിയിൽ തന്നെ ഇരുന്ന് ഇബാദത്തുകളുമായി കഴിയുന്ന ഇഅ്തികാഫിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം ഞാൻ മുഖേന എനിക്ക് മാത്രം ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു നന്മ എൻ്റെ സഹോദരന് ചെയ്തു കൊടുക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ ഹദീസിലൂടെ. ഒരു ദിവസമല്ല, ഷഹ്റൻ, ഒരു മാസം മദീനയിലെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം ഞാൻ മാത്രം ചെയ്യുന്നൊരു നന്മ അതെൻ്റെ സഹോദരന് ചെയ്തു കൊടുക്കുവാൻ വേണ്ടി അവൻ്റെ കൂടെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ അതൊന്നും നന്മയുള്ളതല്ല എന്ന് ആരും ധരിക്കേണ്ടതില്ല. പള്ളിയിൽ തസ്ബീഹ് പറഞ്ഞാൽ, തഹ്ലീൽ പറഞ്ഞാൽ, അതേപോലെ സുജൂദ് ചെയ്താൽ, നമസ്കരിച്ചാൽ, ഖുർആൻ ഓതിയാൽ പുണ്യം കിട്ടുമല്ലേ? നമുക്കെല്ലാവർക്കും അത് വിശ്വാസമുണ്ട്, നമ്മളത് ചെയ്യും. എന്നാൽ ഇതേപോലെയുള്ള കാര്യങ്ങൾക്കും പുണ്യമുണ്ട് എന്ന് മാത്രമല്ല, ഏറ്റവും എനിക്കിഷ്ടം
ഏറ്റവും അല്ലാഹ്ക്ക് ഇഷ്ടകരമായ കർമ്മങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വമൻ കഫ ഗളബഹു സതറഹുല്ലാഹു ഔറതഹു. ആരെങ്കിലും തൻ്റെ ദേഷ്യം കടിച്ചമർത്തിയാൽ, താൻ മോശമായി പെരുമാറാൻ എന്തുകൊണ്ടും ന്യായമുള്ളൊരു സാഹചര്യത്തിൽ പോലും തൻ്റെ പകയും ദേഷ്യവും ആരെങ്കിലും കടിച്ചമർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനകോടികളുടെ മുന്നിൽ നിന്ന് മഹ്ശറയിൽ അയാളുടെ ന്യൂനതകൾ, ഔറത്തുകൾ മറച്ചു വെച്ച് അയാളെ അല്ലാഹു സംരക്ഷിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, വമൻ ഖലമ ഗൈലഹു വലൗ ശാഅ അൻ യുംലിയഹു അംലാ മല അല്ലാഹു ഖൽബഹു റജാഅ യൗമിൽ ഖിയാമ. ആരെങ്കിലും ഉദ്ദേശിച്ചാൽ നടപ്പാക്കുവാൻ സാധിക്കുന്ന ദേഷ്യവും കോപവും അയാൾക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാം, രണ്ട് സംസാരിക്കാം, ആരും ഒന്നും പറയില്ല. അങ്ങനെ എല്ലാവിധ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും അയാൾ പടച്ചവനെ ഓർത്ത് പരലോകത്തെ വിചാരിച്ചുകൊണ്ട് ആ ദേഷ്യത്തെയും കോപത്തെയും അടക്കി വെക്കുന്നുവെങ്കിൽ അയാളുടെ മനസ്സിൽ അല്ലാഹു ഈമാനിന്റെ ചൈതന്യം നിറക്കും. വമൻ മശാ മഅ അഖീഹി ഫീ ഹാജത്തിൻ ഹത്താ തതഹയ്യ ലഹു അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടി, ആവശ്യങ്ങൾ നിർവഹിക്കാൻ, അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ, തൗഹീദുള്ള ഈമാനുള്ള ഒരു വിശ്വാസി അഥവാ നമ്മളാണത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അല്ലാഹു ഖിയാമത്ത് നാളിൽ കാലുകൾ എല്ലാവരുടെയും ആകെ ചിതറിപ്പോകുന്ന, ഉറപ്പിച്ച് സ്ഥൈര്യത്തോടു കൂടി നിൽക്കുവാൻ സാധിക്കാത്ത ഘട്ടത്തിൽ സിറാത്ത് പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ, മഹ്ശറയിൽ ഹിസാബിനെ കാത്തു നിൽക്കുമ്പോൾ എല്ലാം ആ കാലിന് അല്ലാഹു സ്ഥൈര്യം നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉപദേശങ്ങൾ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതവും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ സമൂഹം ഉത്തമ സമൂഹമാണ് എന്ന് നമ്മൾ അവകാശപ്പെട്ട് നടക്കേണ്ടത് വരികയില്ല. സ്വാഭാവികമായും ആളുകൾ നമ്മെ അംഗീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും പരിചയമുണ്ടാകും. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്ത്. ആ ആയത്ത് ഇറങ്ങാനുള്ളൊരു പശ്ചാത്തലമുണ്ട്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു ചോദിക്കുകയാണ്, എന്താണ് സംഭവം? അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കീഴിലുള്ള ആളുകൾക്ക് പുറത്തു കൊടുക്കണം, മാപ്പാക്കി കൊടുക്കണം. ഫൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ മാപ്പ് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക. അല്ലാഹു നിങ്ങളോട് മാപ്പാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ് ആ ആയത്തിലുള്ളത്. എന്താ സംഭവം എന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയങ്കരനായ സ്വഹാബി, ആ പ്രവാചകന്റെ ഭാര്യയുടെ ഉപ്പ, അമ്മോശൻ കാക്ക. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ആയിഷ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അഥവാ അബൂബക്കറിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെയാണ് പ്രവാചക തിരുമേനി വിവാഹം ചെയ്തിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാവിധ സൗകര്യങ്ങളിലും ഒത്താശയിലും കഴിയുന്ന ആളാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. ആ പ്രവാചകന്റെ ഭാര്യയെ സംബന്ധിച്ച് കപടവിശ്വാസികളായ ആളുകൾ ഉണ്ടാക്കിയ ഒരു കിംവദന്തി, ഒരു നുണപ്രചാരണം, ഒരു കള്ളവാർത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ സഫ്വാനുമായി ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന വ്യാജ പ്രചാരണം, അപരാധം, ആ കളവ് പറഞ്ഞു നടന്നപ്പോൾ പലരും അത് ഏറ്റുപറഞ്ഞ കൂട്ടത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവും അറിയാതെ അത് ഏറ്റുപറഞ്ഞു. സ്വാഭാവികമാണ്, നിജസ്ഥിതി അറിയാതെ പലതും കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളുടെ സൗകര്യങ്ങൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട സംഗതി, ഏതെങ്കിലും ഒന്ന് കേൾക്കും, അതിൻ്റെ ഹക്കും ബാത്തിലൊന്നും നമ്മൾ നോക്കൂല. നമ്മൾ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്ന ആരെയെങ്കിലും വേദനിപ്പിക്കുന്നതാണെങ്കിൽ ഉടനെ
ആയിരക്കണക്കിന് കോണ്ടാക്റ്റുകളിലേക്ക് നമ്മൾ ഒരൊറ്റ ക്ലിക്കോടുകൂടി, ഒരൊറ്റ ബട്ടൺ അമർത്തുന്നതോടുകൂടി അത് ഫോർവേഡ് ചെയ്തു പോകുന്ന മെസ്സേജുകൾ. ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ജാക്കിർ നായിക്കിന് സൗദി അറേബ്യ പൗരത്വം നൽകി എന്നൊരു വാർത്ത, അല്ലാഹു അലം എവിടെ നിന്നാ വാർത്ത വന്നതെന്ന് നമ്മൾ കേട്ടപ്പോൾ പലരും സന്തോഷത്തോടുകൂടി എത്ര ആളുകളിലേക്ക് പ്രചരിപ്പിച്ചത്, ഇപ്പോഴും അത് പ്രചരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി ഉറപ്പുവരുത്തിയിട്ടില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളും വീഡിയോ ക്ലിപ്പുകളും പരക്കുന്നതിനിടയിൽ തന്നെ ജാക്കിർ നായിക്കിന് ഫൈസൽ രാജാവ് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഫോട്ടോ സഹിതം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, വാർത്തകളുടെ നിജസ്ഥിതി അറിയാതെ പ്രചരിക്കുന്നത് മുമ്പ് കാലത്തേക്കാൾ ഇന്ന് ഏറെ കൂടുതലാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നോമ്പുകാരായ നമ്മുടെ വാക്കും നോട്ടവും വർത്തമാനവും എല്ലാം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഏതായിരുന്നാലും അങ്ങനെ ഒരു വ്യാജ പ്രചാരണം നടന്നപ്പോൾ മിസ്തഹ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അതിൽ ഭാഗവാക്കായിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഇല്ലാത്തതാണ് ഞാൻ പറഞ്ഞു പോയത് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ആ വാർത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാതിലേക്ക് വന്നപ്പോൾ ഏതൊരു പിതാവിനും ഏതൊരു ഉപ്പക്കും ഉണ്ടാകുന്ന വേദന അബൂബക്കറിനുമുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ഇന്നു മുതൽ മിസ്തഹിന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ കൊടുക്കൂല. എൻ്റെ വീട്ടിൽ കഴിയുന്ന, ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കുന്ന, ഞാൻ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സ് ഉപയോഗിക്കുന്ന മിസ്തഹ് എൻ്റെ കരളിൻ്റെ കഷ്ടമായ ആയിഷയെ സംബന്ധിച്ച്, പ്രവാചകന്റെ പത്നിയായ ആയിഷയെ സംബന്ധിച്ച് ഇല്ലാത്ത അപവാദം പ്രചരിപ്പിക്കാൻ മുന്നിട്ട് നിന്നു, അതുകൊണ്ട് ഞാൻ കൊടുക്കൂല എന്ന് ശപഥം ചെയ്തു എന്നാണ്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങിയത്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവും വിശാലതയും സൗകര്യവുമുള്ള ആളുകൾ ഒരിക്കലും സത്യം ചെയ്തു പറയരുത്, അള്ളാഹു നൽകിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഞാൻ കൊടുക്കൂല, ഞാൻ അങ്ങനെ ചെയ്യൂല. നന്മ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ശപഥവാക്കുകൾ തടസ്സമായി നിൽക്കരുത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത്, ഫൽയഅഫു വലിയസ്ഫഹു, നിങ്ങൾ മറിച്ച് മാപ്പാക്കണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. എത്ര അപരാധം ചെയ്തവരാണെങ്കിലും നിങ്ങൾ മാപ്പ് ചെയ്യാൻ സന്നദ്ധരാകണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങളോട് മാപ്പ് കാണിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ആയത്ത് ഓതി കേൾക്കേണ്ട താമസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇതുവരെയും ഞാൻ എന്തെല്ലാം നൽകിയോ അത് പൂർവോപരി ശക്തമായി ഞാൻ മിസ്തഹിന് ഇതാ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നു, നൽകിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആക്ഷേപിക്കപ്പെടാൻ അത് കാരണമായി കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തിയ സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ സ്വഹാബികളുടെ മാത്രമല്ല താബിഈങ്ങളുടെയും ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് എനിക്കും നിങ്ങൾക്കും കേവലം കേട്ടുപോകുവാനുള്ള സംഗതിയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് മാറി വരേണ്ട മാതൃകകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഉത്തമ സമൂഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ അന്യമതസ്ഥരായ ആളുകളായിരിക്കും. ഇസ്ലാമികമായ വിശ്വാസങ്ങളും ആദർശങ്ങളും അടുത്തറിയുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെ അവസരവും ഭാഗ്യവും ലഭിച്ച ആളുകളായിരിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു പോയൊരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് സാന്ദർഭികമായി അതിലേക്ക് കൂടി ഒന്ന് ടച്ച് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ യഥാർത്ഥ ഈമാനുള്ള ആളുകളാണെങ്കിൽ അവിശ്വാസികളായ കാഫിര്യങ്ങളെ കണ്ടാൽ ഒന്ന് മുഖം കനപ്പിച്ച് ദേഷ്യത്തോട് നോക്കുകയും വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ അവരുടെ ഈമാനും ഇസ്ലാമും പൂർത്തിയാവുകയുള്ളൂ എന്ന രീതിയിൽ തെറ്റായ ഒരാശയം അറിഞ്ഞോ അറിയാതെയോ ആളുകൾക്കിടയിലൂടെ പ്രചരിക്കുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആൻ അതിനൊരിക്കലും അനുകൂലമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹനയിലെ 8-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, മതത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളോട് വഴക്കടിക്കാത്ത, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ അന്യായമായി പുറത്താക്കാത്ത, എന്തിൻ്റെ പേരിൽ? നിങ്ങളെന്തെങ്കിലും പോക്കിരിത്തരം ചെയ്തിട്ട് നിങ്ങളോട് ദേഷ്യപ്പെട്ടതിനെ പറ്റിയല്ല, മറിച്ച് നിങ്ങൾ നിരുപദ്രവകാരിയായ ഏകദൈവ വിശ്വാസിയാണ്, നിങ്ങൾ മുസ്ലിമാണ്, ബാങ്ക് കേട്ടാൽ 5 നേരം പള്ളിയിൽ പോയി സുജൂദ് ചെയ്യുന്നവനാണ്,
ആ വിശ്വാസത്തോടും ആദർശത്തോടും നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട്, ആ ആദർശത്തോടുള്ള വെറുപ്പ് കൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് അന്യായമായി നിങ്ങളെ പുറത്താക്കുകയും ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ആദർശ ശത്രുവാണ്. അവരെ ശത്രുവായി തന്നെ നിങ്ങൾ കാണണം. നേരെ മറിച്ച് അങ്ങനെയൊന്നുമല്ലാത്ത അമുസ്ലിങ്ങളായ ആളുകളുണ്ട്. സഹോദരങ്ങളെ, സത്യത്തിൽ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ 99% അമുസ്ലിം സുഹൃത്തുക്കളും ഇതേ ഇനത്തിലല്ലേ വരിക. നമ്മളോട് മതത്തിൻ്റെ പേരിൽ ശത്രുതയില്ലാത്ത ആളുകൾ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്കുണ്ടായിരുന്ന തെറ്റായ ധാരണകൾ മാറ്റുവാനും നമ്മളെ സ്വീകരിക്കുവാനും തയ്യാറായ ചരിത്രമാണ് ഈ നാടിന് ഇന്നലകളിൽ പറയുവാനുള്ളത്. ഇന്നും ആ ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇടപഴകുന്ന ആളുകൾക്ക് അനുഭവങ്ങളായി തന്നെ പറയുവാനുമുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്താത്ത, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകളോട് അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവരിലേക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുന്നതിനെ, അവരോട് നീതിപൂർവം വർത്തിക്കുന്നതിനെ അള്ളാഹു വിലക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിപൂർവം വർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അവർക്കും നീതി ചെയ്യുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ആ ആയത്തിൻ്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴികാട്ടിയായി ഒരു ഗൈഡായി സ്വീകരിച്ചത് ആരെയാണ് എന്നറിയുമോ? അബ്ദുല്ലാഹി ഇബ്നുൽ ഉറൈഖീത്ത് എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസിയായിരുന്നു, അമുസ്ലിമിനെയായിരുന്നു. വിഗ്രഹാരാധകനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഉറൈഖീത്ത്. പേര് കേൾക്കുമ്പോൾ അബ്ദുല്ല എന്നല്ലേ എന്ന് ഒരുപക്ഷെ തോന്നിയേക്കും. അബ്ദുല്ല എന്ന പേരാണ് പലപ്പോഴും അറബികൾക്കുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? അബ്ദുല്ല എന്നല്ലേ പേര്. അപ്പോൾ അബ്ദുല്ല എന്ന പേര് കേൾക്കുമ്പോൾ മുസ്ലിമാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ ഉറൈഖീത്തിനെ ബഹുദൈവാരാധകനായ, ബഹുദൈവ വിശ്വാസിയായ അബ്ദുല്ലാഹി ഇബ്നുൽ ഉറൈഖീത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴികാട്ടിയായി സ്വീകരിക്കുന്നു. കാരണം എന്താ? അയാൾ ചതിക്കുകയില്ല, വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ കൂടെ കൂട്ടുകയാണ്. അമുസ്ലിമിൻ്റെ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്ന, ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. എല്ലാ അവിശ്വാസികളെയും ഒരേ രീതിയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. എല്ലാ സഹായങ്ങളെയും ഒരേ രീതിയിലല്ല കാണേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാനുഷികമായ പരിഗണനകൾ നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഇടപഴകിയ എത്രയോ രീതി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ, മുആമലാത്തിന്റെ വിഷയത്തിൽ വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനുള്ളത്. വലാഉം ബറാഉം ഒന്ന് വേറെ, മുആമലാത്ത് വേറൊരു സംഗതിയാണ്. വലാ ബറാ എന്ന് പറഞ്ഞാൽ ആദർശത്തിന്റെ പേരിലുള്ള ബന്ധവും ബന്ധവിച്ഛേദനവും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് അങ്ങേയറ്റം വെറുപ്പാണ്. സ്വന്തം വാപ്പാക്ക് ചിലപ്പോൾ അതിനോട് വെറുപ്പുണ്ടാകും. ചിലപ്പോൾ സ്വന്തം വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ എതിർക്കുന്ന തനിച്ച കാഫിറും മുശ്രിക്കുമായിരിക്കും. എങ്കിൽ ആ വാപ്പയോട് ആദർശപരമായിട്ടുള്ള ബന്ധവിച്ഛേദനം നടക്കണം, ബറാ പ്രഖ്യാപിക്കണം എന്ന് വിചാരിച്ച് വാപ്പയെ വാപ്പ എന്ന് വിളിക്കാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല. വാപ്പ രോഗിയായി കിടന്നാൽ ശുശ്രൂഷ ചെയ്യാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല. വാപ്പക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത് ഈ ആയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും താല്പര്യത്തിന് എതിരല്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, പരിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ മധ്യഭാഗത്ത് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മാതാപിതാക്കൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഉണർത്തിയതിനു ശേഷം വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ, ആ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിക്കുകയാണ്. എന്തിന്? നിനക്കറിവില്ലാത്തൊരു വിഷയം പടച്ച റബ്ബിൽ പങ്കുചേർക്കാൻ നിന്റെ ഉപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അള്ളാഹു, അഥവാ അള്ളാഹു പറഞ്ഞതിന് എതിരായി വാപ്പയും ഉമ്മയും മാതാപിതാക്കൾ നമ്മളോട് നിർബന്ധിച്ചാൽ അള്ളാഹുവിനെ പിണക്കിക്കൊണ്ടാണെങ്കിലും ഉമ്മയുടെ പുഞ്ചിരി, വാപ്പയുടെ സന്തോഷം അത് വേണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവർ ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. എന്നിട്ട് എന്തു പറഞ്ഞു? വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ഭൗതികമായ വിഷയത്തിൽ
പടച്ച റബ്ബ് പറഞ്ഞതിന് എതിരായി വരാത്ത, വാപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്ന വേറെ ഏതെങ്കിലും കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ അവരുമായി പെരുമാറുന്നതിന് യാതൊരു തകരാറുമില്ല. അള്ളാഹു അതിന് നിങ്ങളെ അനുവദിക്കുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനായ ഭൃത്യന്റെ അടുക്കൽ സന്ദർശിച്ച രംഗം നമുക്ക് സ്വഹീഹുൽ ബുഖാരിയിൽ കാണുവാൻ സാധിക്കും. എന്തേ പ്രവാചകൻ ഒരു ഹാദ്യമായി മുസ്ലിമായ ഒരു സ്വഹാബിയെയും ഒരു കുട്ടിയെയും കിട്ടാത്ത സാഹചര്യമായിരുന്നു അത്. നമുക്കറിയാം, സ്വഹാബികളുടെ കൂട്ടത്തിൽ അത് വലിയ ക്രെഡിറ്റായി, വലിയൊരു സ്ഥാനമായി കണ്ടുകൊണ്ട് പ്രവാചകന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ തയ്യാറായ പല സ്വഹാബികളുമുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹാദ്യമായി വീട്ടിൽ ഒരു ജോലിക്കാരനായി, വേലക്കാരനായി വെച്ചത് ജൂതനായ ഒരു കുട്ടിയെയാണ്. അപ്പോൾ അവൻ്റെ മതവും ആദർശവും നോക്കിയിട്ടല്ല അത്തരത്തിലുള്ള മാനസികമായ ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അവൻ രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ അത് കാണുവാൻ സാധിക്കും. അവന് വേണ്ട മരുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവൻ്റെ പരലോകത്തെക്കുറിച്ച് മൗനം ദേശിച്ചു പോകുന്ന രീതിയുമല്ല, അവൻ്റെ പരലോകത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ ആദർശം ആ ഘട്ടത്തിലും പ്രവാചക തിരുമേനി പറയേണ്ട സന്ദർഭങ്ങളിലൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശ്വാസപരമായി, ആദർശപരമായി ഒരേ രീതിയിലുള്ള ആളുകളോടുള്ള അടുപ്പവും ഇണക്കവും, വിശ്വാസപരമായി ആദർശപരമായി ശത്രുത പുലർത്തുന്ന ആളുകളോട് ആദർശപരമായി ശത്രുത പ്രഖ്യാപിക്കുകയും അകലം കാണിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച വലാഇൻ്റെയും ബറാഇൻ്റെയും ഭാഗമാണെങ്കിൽ, മാനുഷികമായ മുആമലാത്തുകൾ, അവരുമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ, ഇടപാടുകൾ, അതൊരിക്കലും മതം നോക്കി, ജാതി നോക്കി, ഭാഷ നോക്കി, കുടുംബം നോക്കി നടത്തേണ്ട സംഗതിയല്ല. മനുഷ്യനാണോ അവർക്കൊക്കെ നന്മയിൽ സഹകരിക്കുവാനുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കഷ്ടപ്പാടും പട്ടിണിയും ദിവസങ്ങളും കഴിഞ്ഞ് ആഴ്ചകൾ നീണ്ടു നിന്ന ആ പ്രയാസം സ്വഹാബികളിൽ ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നില്ല. പ്രവാചകൻ ഇന്ന് പല പുരോഹിതന്മാരും മുസ്ലിയാക്കന്മാരൊക്കെ പല ആളുകളും, പ്രത്യേക വിഭാഗത്ത് ഞാൻ പറയണില്ല, ചില ആളുകൾ മനുഷ്യന്മാരുടെ ചില പരിമിതികളും അതേപോലെ കുറവുകളുമാണ്. ഏതെങ്കിലും ചെറിയ ഒരു പ്രയാസമോ ന്യൂനതയോ ഉണ്ടെങ്കിൽ അത് വലുതായി പർവ്വതീകരിച്ച് ആളുകളുടെ മുമ്പിൽ കരഞ്ഞു കാണിച്ച് പ്രഖ്യാപിച്ച് അതിൻ്റെ പേരിൽ കൈനീട്ടി പിരിച്ചെടുക്കുന്ന ഒരു രീതി മാന്യതയുള്ള ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിക്കുന്ന ആളുകൾക്കും അത് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയാത്ത ദിനരാത്രങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകളുണ്ട്. ഒരു സഹാബിയുടെ അടുക്കലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം അറിയിച്ചാൽ പ്രവാചകന്റെ വീട്ടിലേക്ക് ടൺ കണക്കിന് കാരക്കയും ഗോതമ്പും ആവശ്യമായ വിഭവങ്ങളും എത്തുമെന്നത് അവരുടെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരിക്കെ ആരെയും അറിയിക്കാതെ അയൽവാസിയായ അമുസ്ലിമായ ജൂതന്റെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുന്നു. എന്നിട്ട് തൻ്റെ പടയങ്കി പണയം വെച്ചിട്ട് വീട്ടിൽ ഭാര്യമാർക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ അവിടെ നിന്ന് പണയമായി സ്വീകരിക്കുന്നു, വായ്പയായി സ്വീകരിക്കുന്നു. റഹന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിർഅഹു ഇൻദ യഹൂദിയ്യിൻ ബിൽ മദീന. മദീനയിൽ ഒരു ജൂതന്റെ പക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പടയങ്കി പണയം വെക്കുന്നു. ഫഅഖദ ലി അഹ്ലിഹി മിൻഹു ശഈറ. എന്നിട്ട് അതിന് പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തിന് വേണ്ടുന്ന ധാന്യങ്ങൾ കടമായി വാങ്ങിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരിയും തിർമിദിയും ഇബ്നു മാജയും റഹിമഹുമുല്ലാഹു ജമീഅ ഒക്കെ ഉദ്ധരിക്കുന്ന പ്രബലമായ ഹദീസിൽ കാണുവാൻ സാധിക്കുന്ന സംഗതിയാണ്. ഇങ്ങനെ മാനുഷികമായ ബന്ധവും പരിഗണനയും നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപഴകിയ ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവർക്ക് തീർച്ചയായും ആ പ്രവാചകന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് രണ്ടഭിപ്രായമുണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മതിപ്പും ആദരവുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അയൽവാസിയായിട്ടുള്ള
ഒരു ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ ഉണ്ടെങ്കിൽ അവരോട് ഒരു മുസ്ലിമിനോടുള്ള ആദർശബന്ധമില്ല എങ്കിൽ തന്നെ അത് സ്വാഭാവികമാണല്ലോ. അത് അവരോടും പറഞ്ഞാൽ മനസ്സിലാകും. വിശ്വാസപരമായി തീർച്ചയായും വിശ്വാസത്തിൻ്റെ വക്താക്കൾ തമ്മിൽ, ആദർശ ബന്ധുക്കൾ തമ്മിൽ അണഞ്ഞ ബന്ധവും അടുപ്പവും ഉണ്ടാകും. അതാണ് വലാ, അതാണ് ഇസ്ലാം പറഞ്ഞ വലാ. അതിന് എതിരായിട്ടുള്ള ആളുകളോട് ബറാ ഉണ്ടാകും, ആദർശപരമായ അകൽച്ചയും വെറുപ്പും ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തെയും അള്ളാഹു അല്ലാത്തവരെ എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കാം, ആദരിക്കാം, പൂജിക്കാം എന്ന് പറയുന്ന ആശയത്തെയും ഒരു വിശ്വാസിക്ക് അങ്ങനെ രണ്ടും ഒരേപോലെ സ്വീകരിക്കാൻ സാധിക്കാം? അത് ആദർശ തലത്തിലുള്ള വിശ്വാസ മേഖലയിലുള്ള ഒരു കാര്യമാണെങ്കിൽ, മുആമലാത്തിൽ ഇടപാടുകളിൽ സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കുന്നതിന് ആദർശ വിരുദ്ധമല്ലാത്ത മേഖലയിൽ മാനുഷികമായ രീതിയിലുള്ള പരിഗണനയും അടുപ്പവും സ്നേഹവും ഇസ്ലാം വിലക്കിയിട്ടില്ല. അതങ്ങനെ പറയേണ്ടി വന്നത് ഇസ്ലാമിൻ്റെയും പ്രത്യേകിച്ച് സലഫിയത്തിൻ്റെയും പേരിൽ തെറ്റായൊരു വായന, തെറ്റായൊരു പ്രചാരണം ഈ കാലഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ വിഷയം പറഞ്ഞപ്പോൾ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ തണലിൽ എന്നാണല്ലോ നമ്മൾ നമ്മുടെ വിഷയത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഖുർആനിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എത്രയോ സംഭവങ്ങൾ കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് വേറെയും ചില പ്രത്യേകതയുള്ള ഒരാളാണ്. ഒന്ന്, ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ മാതൃക പിൻപറ്റുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനുമായി ആദർശ തലത്തിലും രക്തബന്ധത്തിലും അഥവാ കുടുംബ ബന്ധത്തിലും ബന്ധമുള്ള മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ വലാഉം ബറാഉം, ഇബ്രാഹിം നബിയുടെ ഈമാനും ഇഹ്സാനും ഒരു വിശ്വാസി സംശയിക്കുക പോലും ചെയ്യുകയില്ല. പക്ഷേ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് വിഗ്രഹ നിർമ്മാതാവും വിഗ്രഹ പൂജാരിയും അതിൻ്റെ പ്രചാരകനുമായിരുന്ന ആസറിനോട് സംസാരിച്ച ശൈലി എങ്ങനെയാണ്? ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വാപ്പയുമായി നടത്തുന്ന സംവാദങ്ങൾ, ദഅവത്തിൻ്റെ പല വചനങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ആവർത്തിച്ച് വരുന്നൊരു ശൈലി, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. യാ അബതി, യാ അബതി എന്നാണ്. എൻ്റെ പൊന്നു വാപ്പ, പൊന്നു ഉപ്പ എന്നുള്ള വിളി അത് അറബി ഭാഷയിൽ വളരെ ഭവ്യതയുടെയും സ്ഥാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിളിയായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിളിച്ചതിനെ ഖുർആൻ ആക്ഷേപിക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ ആ വിളിയിൽ നമുക്ക് മാതൃകയില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ തൻ്റെ പിതൃവൻ മൂത്താപ്പ അബൂ ത്വാലിബിൻ്റെ വിഷയത്തിൽ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? ആദർശപരമായി രണ്ടും രണ്ട് ചേരിയിലായിരുന്നത് നമുക്കറിയാം. ആ മൂത്താപ്പ കൂടി എൻ്റെ ആദർശം സ്വീകരിക്കണമെന്ന് അങ്ങേയറ്റം കൊതിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്ത ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ അബൂ ത്വാലിബിൻ്റെ മരണവെപ്രാളത്തിൻ്റെ ഘട്ടത്തിൽ പോലും പരമാവധി ശ്രമിച്ചു. ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുത്താപ്പ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വെച്ചിട്ട് ആ ഒരു ന്യായത്തിൻ്റെ പേരിൽ താങ്കൾക്ക് വേണ്ടി എനിക്ക് പറഞ്ഞു നോക്കാം എന്ന് വരെയും ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേയധികം അതൊന്ന് പറയിപ്പിക്കാൻ, കലിമത്തു തൗഹീദിൻ്റെ അതൊന്ന് ആ നാവിലൂടെ വരുന്നത് കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊതിച്ചു. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നത്തെ ആളുകൾ പറയുന്നത് പോലെയല്ല, ശുദ്ധ അറബിയായ അതിൻ്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലായ അബൂ ത്വാലിബ് അത് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും പറയാം. അതുകൊണ്ട് തന്നെയാണ് അയാൾക്കത് പറയാൻ കഴിയാതെ വന്നതും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒടുങ്ങാത്ത ആഗ്രഹവും ആ താല്പര്യവും കണ്ടുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് എന്താ? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുവാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. നീ സ്നേഹിക്കുന്ന ആളുകൾക്ക് മൻ അഹ്ബബ്ത, താങ്കൾക്ക് ഹുബ്ബുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു.
മൂത്താപ്പ എന്ന സ്നേഹം, അതേപോലെ അനുജന്റെ മകൻ എന്നുള്ളൊരു ബന്ധം നിങ്ങൾ തമ്മിൽ കാത്തു സൂക്ഷിക്കുകയും അവരുടെ ഹിദായത്തിന് വേണ്ടി കൊതിക്കുകയും ചെയ്തുവെങ്കിൽ അത് മാനുഷികമാണ്, പ്രകൃതിദത്തമായ സ്നേഹമാണ്, ബന്ധമാണ്. അതും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെയെല്ലാം വളരെ ആവർത്തിച്ച് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചത്. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രം. അള്ളാഹു അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുകയോ ആക്ഷേപിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് ആ വിഷയം പറഞ്ഞു തന്നപ്പോൾ പ്രവാചകന് അയാളോട് മൂത്താപ്പയോടുണ്ടായ സ്നേഹത്തെ അള്ളാഹു നമുക്ക് ഉണർത്തി തന്നുകൊണ്ട് തന്നെ പറഞ്ഞു, സ്നേഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സംഗതിയല്ല ഹിദായത്ത്, അത് അള്ള കൊടുക്കേണ്ട സംഗതിയാണ്. അള്ള കൊടുത്താൽ അത് കിട്ടും, വേറെ ആർക്കും അത് വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടല്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭാര്യക്കും മകനും കൊടുക്കാൻ കഴിയാതെ പോയത്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭാര്യയ്ക്ക് നൽകാൻ കഴിയാതെ പോയത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിതാവിന് കൊടുക്കാൻ കഴിയാതെ പോയത്. അപ്പോൾ ഹിദായത്ത് കൊടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ട സംഗതിയാണ്. പക്ഷേ അവരെ മാനുഷികമായ രീതിയിൽ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നത്, അയൽവാസിയാണെങ്കിൽ അമുസ്ലിമാണെങ്കിൽ അയൽവാസി എന്നുള്ള ഹക്കുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അയൽവാസി എന്ന നിലയിൽ അയാളോട് ഒരു അടുപ്പവും ഒരു കടപ്പാടുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ, പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയകമായ ആദർശം ഒരൊറ്റ ഉദാഹരണത്തിലൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ എല്ലാം നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ വിദേശത്തോ സ്വദേശത്തോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുമായി ഇടപഴകേണ്ടി വരും. അവരുമായി നമ്മൾ ഇടപഴകുമ്പോൾ അയൽവാസിയായിപ്പോയി, റൂംമേറ്റായിപ്പോയി അവരുമായി എങ്ങനെ ഇടപഴകണം ഒക്കെ ഒരു കൺഫ്യൂഷനവും ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ അവരുടെ ശിർക്കൻ, അതേപോലെ കുഫ്രിയത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും ചടങ്ങുകളും അതിനുവേണ്ടി നിലവിളക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ നമ്മൾ, അതിലേക്ക് എണ്ണ നമ്മുടെ വക, അതിൽ തിരിയിട്ട് കൊടുക്കുന്നത് നമ്മൾ, കത്തിക്കുന്നത് നമ്മൾ, ഇങ്ങനെ എല്ലാം സഹിഷ്ണുതയുടെ പേരിൽ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന തെറ്റായൊരു രീതി അവിടെയുണ്ട്. അതേപോലെ തന്നെ അവരുമായി കണ്ടാൽ മിണ്ടാൻ പോലും പാടില്ല, അവർക്ക് സ്നേഹത്തോടുകൂടി ഒന്ന് പുഞ്ചിരി നൽകുന്നത് പോലും, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതും, രോഗിയാണെങ്കിൽ സന്ദർശിക്കുന്നതും, മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതും ഒന്നും പാടില്ല. അത് മുസ്ലിങ്ങളാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന തെറ്റായ വായന മറ്റേ അറ്റത്തും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് ഞാൻ ഉദാഹരണത്തിലൂടെ പറയാമെന്ന് പറഞ്ഞത്. നമ്മുടെ അയൽവാസിയായ ഒരു രാമൻ അല്ലെങ്കിൽ ഒരു കൃഷ്ണൻകുട്ടി, അമുസ്ലിങ്ങളായ ഹൈന്ദവ സുഹൃത്തുക്കളായ നമ്മുടെ അയൽവാസികൾ, അവർക്ക് തേങ്ങയില്ല, അവരുടെ വീട്ടിൽ തെങ്ങില്ല. നമ്മുടെ വീട്ടിൽ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് കുറേ തെങ്ങുകളുണ്ട്, തെങ്ങിലെല്ലാം കുറേ തേങ്ങയുണ്ട്. നമ്മുടെ വീട്ടിൽ തെങ്ങ് കയറുമ്പോൾ, തേങ്ങയിടുമ്പോൾ ആ അയൽവാസിയായ രാമൻ്റെയും കൃഷ്ണൻകുട്ടിയുടെയും വീട്ടിൽ അവർക്ക് കറി വെക്കാൻ, അവരുടെ നിത്യോപയോഗത്തിന് വേണ്ടി നമ്മൾ തേങ്ങ കൊടുക്കുന്നു. സദഖ, ദാനധർമ്മം, അത് കൂലി കിട്ടുമോ എന്ന ചോദ്യമില്ല, കൂലി കിട്ടുമെന്നതിൽ സംശയമില്ലാത്ത സംഗതിയാണ്. പുണ്യം കിട്ടുന്ന സദഖയാണ്, അത് കൊടുക്കാം എന്നല്ല, കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ തേങ്ങയൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവർ ശബരിമലക്ക് പോവുകയാണ് കെട്ട് നിറച്ച്, അവിടെ ഉടക്കാൻ തേങ്ങ എൻ്റെ വക. കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇപ്പോൾ സൗഹാർദ്ദത്തിൽ കഴിയേണ്ടതാണ്, അങ്ങനെ തെറ്റി നിന്നാൻ പറ്റൂല എന്ന് വിചാരിച്ച് ഇസ്ലാം അംഗീകരിക്കാത്ത ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ചടങ്ങുകൾക്ക്, ആചാരങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കുക എന്നത് അത് വലാഇൻ്റെയും ബറാഇൻ്റെയും ഭാഗമാണ്. ഇപ്പോൾ മനസ്സിലായോ? ഒന്ന് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തലത്തിലുള്ള സംഗതി, മറ്റൊന്ന് മാനസികമായ തലത്തിലുള്ള ഇടപെടലുകളും ബന്ധപ്പെടലുകളുമാണ്. അപ്പോൾ കറിക്ക് അരക്കാൻ തേങ്ങയില്ലെങ്കിൽ സഹായിക്കുക എന്നത് മാനുഷികമായ സഹായമാണ്, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, പുണ്യം കിട്ടുന്ന സംഗതിയാണ്. നേരെ മറിച്ച് തേങ്ങയെല്ലാം ഉണ്ട്, എന്നാലും മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ അവർ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഉടക്കുന്ന നാളികേരം, തേങ്ങ എൻ്റെ വക ആയിക്കോട്ടെ എന്ന് വിചാരിക്കൽ, അവർ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഒഴിക്കുന്ന എണ്ണ അതിന് ഞാൻ തരാം എന്ന് പറയൽ, അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത സംഗതിയാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും ആദർശങ്ങളും പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വേണം നമ്മൾ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും.
സാന്ദർഭികമായ ഒരൊറ്റ ചെറിയ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മുത്തലാഖ് ഇന്ന് ഖുർആൻ ഉത്തമ സമൂഹം എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൽ ആളുകൾ തെറ്റിദ്ധരിക്കുവാനുള്ള ഒരു സാഹചര്യമുള്ളത് കൊണ്ട് 2 വാക്ക് അധികം നീളൂല, 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടുപോവുകയില്ല എന്ന ഉറപ്പോടുകൂടി ഞാനത് സംഘാടകർ സാന്ദർഭികമായി അതൊന്ന് ബന്ധപ്പെടുത്താൻ പറ്റുമെങ്കിൽ പറയണമെന്നുണർത്തിയത് കൊണ്ട് പറയാം. ചിലപ്പോൾ ആളുകൾക്ക് പലർക്കും അറിയാതെ പോകും എന്താ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ. ത്വലാഖ് ഇസ്ലാം പഠിപ്പിച്ചൊരു സംഗതിയാണ്, അനിവാര്യ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. അതിൻ്റെ ചില ഘട്ടങ്ങളും രൂപങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ ഉത്തമ സമൂഹത്തിൻ്റെ നടപടിക്രമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ അത്വലാഖു മർറതാനി ഫഇംസാകും ബിൽ മഅറൂഫി ഔ തസ്രീഹും ബിഇഹ്സാൻ. തിരിച്ചെടുക്കുവാൻ അവകാശമുള്ള ത്വലാഖ്, വിവാഹം ചെയ്തു, ആണും പെണ്ണും ദമ്പതികളായി ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ. പക്ഷെ മനുഷ്യന്മാരാണല്ലോ, സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അനുരഞ്ജനത്തിൻ്റെ എല്ലാ വഴികളും അന്വേഷിച്ചിട്ടും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും യോജിച്ചു പോവുകയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആണിൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ കുടുംബക്കാരും എല്ലാവരും ചർച്ച ചെയ്ത് നോക്കി, എങ്ങനെയെങ്കിലും ഒന്ന് സൊല്യൂഷൻ കാണാൻ, പരിഹാരം കാണാൻ. നടക്കൂല എന്ന് തോന്നിയാൽ ഇസ്ലാം അവിടെ അനുവദിച്ചൊരു സംഗതിയാണ്. പല ഘട്ടങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു തെറ്റ് ഭാര്യയുടെ പേരിൽ കാണുമ്പോഴേക്ക് അതിൻ്റെ പേരിൽ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുകയല്ല, അവളെ ഉപദേശിക്കണം. ഉപദേശിച്ചിട്ട് ആണെങ്കിൽ കിടപ്പറയിൽ നിന്ന് ബഹിഷ്കരിക്കണം. എന്നിട്ടും ചൊവ്വാകുന്നില്ലെങ്കിൽ ചെറിയ രൂപത്തിൽ അവളെ പ്രഹരിക്കണം. ഇങ്ങനെയെല്ലാം പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് കുടുംബക്കാരെ അറിയിച്ചു, അവരും പരിശ്രമിച്ചിട്ടും നേരെയാകുന്ന ഒരു രൂപം കാണുന്നില്ല എങ്കിൽ അവിടെ ത്വലാഖ് അനിവാര്യമാണ് എന്നത് ആധുനിക സമൂഹത്തിൽ ഏത് വിഭാഗവും ഒരുപോലെ അംഗീകരിക്കും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ പിന്നെ സ്റ്റൗ പൊട്ടിത്തെറിക്കലായിരിക്കും ഉണ്ടാകുക, ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കും. അങ്ങനെ ആത്മഹത്യകളെ, കൊലപാതകങ്ങളെ ആത്മഹത്യകളായി ചിത്രീകരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അപ്പോൾ അനിവാര്യ ഘട്ടങ്ങളിൽ ത്വലാഖ്, വിവാഹമോചനം അത് ആവശ്യമായി വരും. ഇന്ത്യയിലെ കോടതി പോലും അംഗീകരിക്കുന്ന സംഗതിയാണ്. അതിന് ഇസ്ലാം വെച്ച സംഗതി ഒരു മാനദണ്ഡമാണ്. 2 സ്റ്റെപ്പുകൾ നിങ്ങൾക്കുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ചൊല്ലി, മൊഴി ചൊല്ലി ഒഴിവാക്കിയ സ്ത്രീ 2 പേരും പിരിഞ്ഞ് നിൽക്കുമ്പോൾ അവർക്ക് 2 പേർക്കും മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ഇനി എങ്ങനെയെങ്കിലുമൊക്കെ നന്നായി ജീവിക്കാം എന്ന് കുറ്റബോധം തോന്നി തിരിച്ചു വരാൻ സന്നദ്ധരാണെങ്കിൽ ഇസ്ലാം 2 തവണ അവർക്ക് അവകാശം നൽകിയിട്ടുണ്ട്. തിരിച്ചു വരാം. മടക്കിയെടുക്കാൻ അവകാശമുള്ള ത്വലാഖ് 2 തവണയാണ്. 3ാമത് നിങ്ങൾ ചൊല്ലിപ്പറഞ്ഞയച്ചാൽ പിന്നെ എടുക്കാൻ അങ്ങനെ എളുപ്പത്തിൽ കഴിയുന്ന സംഗതിയല്ല. അതാണ് ഇസ്ലാം പറഞ്ഞ രീതി. ആ 3 ത്വലാഖിനെ ചില പുരോഹിതന്മാരും ഇസ്ലാമിനെ തെറ്റായി മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ എന്തു പറഞ്ഞു? ഞാൻ നിന്നെ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഇല്ലൻറ്റിലോ ലെറ്റർ കാർഡിലോ എഴുതി അയച്ചാൽ ആ ത്വലാഖ് എല്ലാം പോയി ആകെ പ്രയാസത്തിലാണെന്ന്. ചിലപ്പോൾ ഒരു വാശിയിൽ, ഒരു ദേഷ്യത്തിൽ 3 ചൊല്ലി എന്ന് പറയും. പിന്നെ അതിൻ്റെ ഫത്വ എന്താ, വിധി എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ അവരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, 3 നേരം നിങ്ങൾ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന്, ഗുളികയുണ്ട്, അതേപോലെ തന്നെ കുടിക്കാനുള്ള മരുന്നുണ്ട്. രാവിലെ 1, ഉച്ചക്ക് 1, വൈകുന്നേരം 1, 3 നേരമാണ്. അതിനിപ്പോൾ 3 നേരം ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് 3 കൂടി ഒരാൾ ഒരുമിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്താൽ എന്താ നമ്മൾ പറയാ? അതൊരിക്കലും ന്യായമല്ല, നീതീകരിക്കാൻ പറ്റിയതല്ല, ആ നിയമത്തിൻ്റെ താല്പര്യത്തിന് ഒരിക്കലും നിരക്കുന്നതല്ല എന്ന് പറയുമെങ്കിൽ അള്ളാഹു പറഞ്ഞ ഘട്ടം ഘട്ടമായി നടക്കേണ്ട സംഗതിയാണ് 3 ത്വലാഖ് എന്നത്. അത് 3 കൂടി ഒരുമിച്ച് ചെല്ലാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിന്നെ 3 ചൊല്ലി എന്ന് പറഞ്ഞ് ഒഴിവാക്കുക, അതല്ലെങ്കിൽ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി എന്ന് പറയുന്ന രീതി. ഇതാണ് മുത്തലാഖ്. അത് ചൊല്ലിയാൽ 1 ത്വലാഖ് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ മുതൽ ആധുനികരായ ഉലമാക്കൾ വരെ വിശദീകരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു വസ്തുത ഇസ്ലാമിക സമൂഹത്തിൽ 2 വീക്ഷണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിൻ്റെ പുറത്തു നിന്ന് കലാപങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ അതിൻ്റെ അകത്തേക്ക് കത്തിച്ചിട്ട ഒരു പടക്കമാണെന്ത്? മുത്തലാഖ്. അത് എന്താണെങ്കിലും ഒഴിവാക്കണം. അത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റമാണ്. ആരാ? സ്വന്തം ഭാര്യ എവിടെയാണെന്ന് പോലും അറിയാത്ത,
ആ ഭാര്യയുടെ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും ഒരു മാന്യമായ രീതിയിൽ ഏതെങ്കിലും ഒരു അന്യ സ്ത്രീക്ക് ചെയ്തു കൊടുക്കുന്ന ആനുകൂല്യം പോലും ചെയ്തു കൊടുക്കുവാൻ തയ്യാറല്ലാത്ത പല ആളുകളും നേതാക്കന്മാരായി നിന്നുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി തൂവാലയും പിടിച്ച് നടക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഫിത്നയുണ്ടാക്കാൻ, വിഭാഗീയതയുണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ട് അത് പറയുമ്പോൾ ആ മുത്തലാഖ് പറ്റൂലേ, നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഏക സിവിൽ കോഡ് അതിന് പരിഹാരം എന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് സംഘടനാ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് നമ്മളൊക്കെ പറഞ്ഞു ഏക സിവിൽ കോഡ് എന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും എതിരാണ്. ഒരു മുസ്ലിമിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത നിയമങ്ങളാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പേഴ്സണൽ ലോ, മുസ്ലിം വ്യക്തി നിയമം, ഓരോ മതത്തിൻ്റെയും ആളുകൾക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകുന്ന ആ നിയമം അത് നിലനിൽക്കണം എന്ന് പറയുന്നത് ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുത്തലാഖിനെ അനുകൂലിക്കുന്നവരാണ് നമ്മൾ എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇസ്ലാമിക പ്രമാണത്തിൽ ഒരാൾ അങ്ങനെ 3 തൊലാഖ് ഒരുമിച്ച് പറഞ്ഞാലും ഒരൊറ്റ തൊലാഖേ നടക്കുകയുള്ളൂ. അവർക്ക് വീണ്ടും വേണമെങ്കിൽ തിരിച്ചു വരാനുള്ള അവകാശമുണ്ട്. വീണ്ടും പിരിയുകയാണെങ്കിൽ വീണ്ടും തിരിച്ചു വരുവാനുള്ള അവകാശം അള്ളാഹു വകവച്ച് നൽകുന്നുണ്ട്. 3 പ്രാവശ്യവും തൊലാഖ് ചൊല്ലി ഇനി യോജിക്കുകയില്ല എന്ന രീതിയിലാണെങ്കിൽ അപ്പോഴാണ് 3 തൊലാഖും ഒരുമിച്ച് സംഭവിക്കുകയുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് മുത്തലാഖ് 3 തൊലാഖ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന സംഗതിയല്ല. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഖുർആനിൻ്റെ തണലിൽ നിന്നുകൊണ്ട് നമ്മൾ ഉത്തമ സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമാണ്, നല്ല സമുദായമാണ്, ജനങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയായ സമൂഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ആദർശവും സ്വീകരിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സമൂഹം ഏറ്റവും ഉത്തമ സമൂഹമാണ്. ആ ഉത്തമ സമൂഹത്തിൻ്റെ സൃഷ്ടിക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാൻ നമുക്കതിനുള്ള അനുകൂലമായൊരു സാഹചര്യമാണ്. ഖുർആൻ പഠിക്കുവാനും സുന്നത്ത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും ഈ റമദാനിൻ്റെ വ്രതാനുഷ്ഠാനമെന്ന പരിശീലന കളരിയിലൂടെ നമ്മളെല്ലാവരും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട്. നമ്മുടെ ഒരു പ്രവർത്തകൻ എറണാകുളം ജില്ലയിൽ കോതമംഗലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചുവെങ്കിലും കുട്ടി നേരെ ICUവിലും വെന്റിലേറ്ററിലുമായിരുന്നു. എല്ലാവരുടെയും നിരന്തരമായ പ്രാർത്ഥനകൾ കൊണ്ട് ഇന്ന് കിട്ടിയ മെസ്സേജ് കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട്, വെന്റിലേറ്ററിൽ നിന്ന് പുറത്തായി. എന്നാലും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരനും ആ സഹോദരിക്കും ആ കുട്ടിക്കും എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും നീക്കി സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പരിചയത്തിലും ബന്ധത്തിലുമുള്ള ആദർശ ബന്ധത്തിലും കുടുംബ ബന്ധത്തിലുമൊക്കെ രോഗികളായി കഴിയുന്ന പല ആളുകളുമുണ്ട്. എല്ലാവരുടെയും രോഗവും പ്രയാസങ്ങളും വേദനകളും അർഹമുർ-റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സുഹൃത്തുക്കൾ, പരിചയക്കാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും കാരുണ്യവാനായ പടച്ച റബ്ബ് അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.